ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നത് കണ്ടപ്പം എല്ലാം കട്ട് ചെയ്തിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് എല്ലാം റെഡിയാക്കി കണ്ടപ്പം ഒരു വീഡിയോ എടുക്കണം തോന്നിയതാണ്. അപ്പോൾ എടുത്തതാണ് കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് പരിപ്പ് അവിടെ തിളക്കുണ്ടായിരുന്നു. നമ്മൾ 400 ആൾക്കുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം പരിപ്പോടെ തിളച്ച് വെന്ത് കഴിഞ്ഞ് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തക്കാളിയും വെണ്ടയ്ക്കയും ഉള്ളിയും എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായപ്പം പിന്നെ എല്ലാം സെറ്റാക്കാനുള്ള പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ സാമ്പാർ പൊടി വന്നു. സാമ്പാർ പൊടി വന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പൊടി സാമ്പാറാണ്. പൊടി സാമ്പാർ ഉണ്ടാക്കണേ നമ്മൾ ഒരു പകുതി മസാലയും പകുതി സാമ്പാർ പൊടി ഇടുക. അപ്പം സാമ്പാർ പൊടി നമ്മൾ ആദ്യം കഷ്ണം ഇട്ട പാടെ അതിലേക്ക് കലക്കി ഒഴിക്കും. പിന്നെ ഇതൊരു മസാലയാണ്. മസാല എന്ന് വെച്ചാൽ ജീരകം, ഉലുവയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് വറുത്ത് നമ്മൾ ഇച്ചിരി എണ്ണയിൽ നല്ല മൂപ്പിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു മസാലയാണ്. അത് നല്ലോണം വെളുത്തുള്ളിയിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് ഇതേമാതിരി സാമ്പാറിൻ്റെ കഷ്ണത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി തക്കാളി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം സാമ്പാർ റെഡിയാവും. ഇത് സാധാ ഒരു സാമ്പാറാണ് കേട്ടോ. നമ്മൾ വറുത്തരച്ചതല്ല, പൊടി സാമ്പാർ എന്ന് പറയും. അപ്പം സാമ്പാറെല്ലാം റെഡിയായി. വെണ്ടയ്ക്കെല്ലാം വറുത്തിട്ട് വറവിട്ടു. അപ്പം കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ബൈ.